ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിലൊരു ബീഫ് കറി വെക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അര കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് തക്കാളി, ചെറിയുള്ളി, പച്ചമുളക്, ഉപ്പ്, അതുപോലെ തന്നെ കുറച്ച് സോയാ സോസും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവ ഇട്ട് പൊട്ടിച്ചതിന് ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം കൂടെ നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കൂടെ ചേർത്ത് കൊടുക്കാം. അതൊന്ന് വഴണ്ട് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ്, മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ പെരിഞ്ചീരകം കേട്ടോ. പെരിഞ്ചീരകം പൊടിച്ച് വെച്ചാണെങ്കിൽ അങ്ങനെ ചേർക്കാം, അതല്ലെങ്കിൽ ഇതുപോലെ നേരിട്ട് ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി വെക്കാം. നന്നായിട്ട് വഴണ്ടി കിട്ടാൻ വേണ്ടി കുറച്ച് നേരം നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ പൊടികൾ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി. മുളക് പൊടി എടുക്കുന്നതിൻ്റെ കുറഞ്ഞ അളവിൽ മതി നമുക്ക് മല്ലിപ്പൊടി. അപ്പം അങ്ങനെ പൊടികളെല്ലാം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം കേട്ടോ. നമ്മുടെ മുളകിൻ്റെയും മല്ലിയുടെയൊക്കെ നന്നായിട്ട് പച്ചമണം മാറിയതിന് ശേഷം മാത്രം ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബീഫ് കറിയായതുകൊണ്ട് തന്നെ നമ്മൾ ആ വെള്ളത്തോട് കൂടിയിട്ട് വേണം കേട്ടോ ബീഫ് നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം കേട്ടോ. തിളപ്പിച്ചിട്ട് ഇതുപോലെ നമ്മുടെ എണ്ണയും നെയ്യൊക്കെ തെളിഞ്ഞ് വന്നു കഴിഞ്ഞാൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് വെച്ചിട്ട് നന്നായിട്ട് അടച്ചു വെക്കാം കേട്ടോ. എന്നിട്ട് വിളമ്പാറാവുന്ന സമയത്തേക്ക് നമുക്ക് ഈ ബീഫ് കറി കോരിയെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമ്മുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. പുതിയ റെസിപ്പി ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ.